ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UGC OL അല്ലെങ്കിൽ ODL പ്രോഗ്രാംസിന്റെ ഒരു പബ്ലിക് നോട്ടീസ് കഴിഞ്ഞ മാസം മാർച്ചിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ഇപ്പോൾ പ്രിപ്പറേഷൻസ് ടു ബി ടേക്കൺ ബൈ സ്റ്റുഡൻസ് ബിഫോർ എൻറോളിംഗ് ദ ODL ഓപ്പൺ ODL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് എന്നാണ്. പിന്നെ OL എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ലേണിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളാണ് ഇപ്പോൾ, അതായത് ഇപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് മോഡ് എന്ന് അല്ലാതെ നമ്മൾ പറയുന്നതാണ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന്. ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നതിന് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയും. ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ഇപ്പോ UGCയുടെ അണ്ടറിൽ പല യൂണിവേഴ്സിറ്റീസും നടത്തിക്കൊണ്ട് പോകുന്നത്. ലൈക്ക് ഇപ്പോൾ ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ ODL പ്രോഗ്രാംസും OL പ്രോഗ്രാംസും വരുന്നുണ്ട്. നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ അവർക്ക് കൂടുതൽ OL പ്രോഗ്രാംസ് ആണ് വരുന്നത്. ഓപ്പൺ ഡിസ്റ്റൻസ് അല്ല, അവരുടെയൊക്കെ റെഗുലർ ആണ്. അപ്പൊ അതാണ് വ്യത്യാസം. ഫസ്റ്റ് ഓഫ് ഓൾ ODLും OLും തമ്മിലുള്ളത്. റെഗുലർ ആയിട്ട് പഠിക്കുന്നതിന് ഇപ്പോൾ നമ്മൾ അതിന് OL എന്നും പറയും, അല്ലാത്തതിന് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് എന്നും പറയും. ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗിൽ നമ്മൾ ചില കേസുകളിൽ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എക്സാം സെന്റർ ഓഫ്ലൈൻ ആയിട്ട് പോയി പരീക്ഷ എഴുതേണ്ടി വരും. ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗിൽ ഓൺലൈൻ ലേണിംഗിൽ വരുമ്പോൾ ഓൺലൈൻ ആയിട്ടായിരിക്കും എക്സാംസ് വരുന്നത്. അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് HEI റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിലേക്ക് വേണം കുട്ടികൾ എൻറോൾ ചെയ്യണം എന്ന് അവർ കർശനമായി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റും കാര്യങ്ങളും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക്സും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ NAACന്റെ A++ ഗ്രേഡുള്ള യൂണിവേഴ്സിറ്റീസിന് 2018 ആക്ട് പ്രകാരം UGC അപ്രൂവൽസ് ഇല്ലെങ്കിലും അവർ പറയുന്നത് UGCയുടെ എൻടൈറ്റിൽഡ് യൂണിവേഴ്സിറ്റീസ് എന്നാണ്. അപ്പോൾ A++ ഗ്രേഡുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ യാതൊരു വിധത്തിലും പേടിക്കേണ്ട. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അവർക്ക് എല്ലാ തരത്തിലുള്ള അപ്രൂവൽസും ഇക്വലൻസി റിലേറ്റഡ് എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും കിട്ടും. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു 3 ഇൻസ്റ്റിറ്റ്യൂഷനെ ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീബാർ ചെയ്തിട്ടുണ്ട്. നോ അഡ്മിഷൻ, അതായത് ഈ ഒരു ഇയറിൽ എല്ലാ വർഷങ്ങളിലും വ്യത്യാസങ്ങൾ വന്നേക്കാം. ഈ ഒരു ഇയറിൽ അഡ്മിഷൻ നമ്മൾ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു 3 ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. 3 യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ്. നാർസി മോൻജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് മഹാരാഷ്ട്ര, ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശ്, പെരിയാർ യൂണിവേഴ്സിറ്റി തമിഴ്നാട്. അതായത് മുൻപത്തെ വർഷത്തെ അഡ്മിഷൻ എടുത്തവർക്ക് പ്രശ്നമില്ല. ബട്ട് ഈ ഇയർ ഓൺവേർഡ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വർഷം മാത്രമായിരിക്കും അഡ്മിഷൻസ് നോ അഡ്മിഷൻ കാറ്റഗറി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ UGC വേറൊരു ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത് കുറച്ച് കോഴ്സുകൾ ലൈക്ക് ഇപ്പൊ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഫിസിയോതെറാപ്പി അങ്ങനത്തെ കേസുകൾ നമ്മൾ ഒരിക്കലും ODL അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഫാർമസി, നഴ്സിംഗ്, ഡെന്റൽ, ആർക്കിടെക്ചർ, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഹോട്ടൽ മാനേജ്മെന്റ്, കാറ്ററിംഗ്, പിന്നെ എയർക്രാഫ്റ്റ്, ഏവിയേഷൻ, വിഷ്വൽ ആർട്സ്, സ്പോർട്സ് ഇങ്ങനത്തെ കോഴ്സുകൾ നമ്മൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടോ പഠിക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് UGC പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മുൻപൊക്കെ ഈ ഏവിയേഷന്റെ കോഴ്സൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇനി തൊട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് കഴിഞ്ഞ വർഷം തൊട്ടിട്ടൊന്നും നമുക്ക് അതങ്ങനെ പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയാണ് ഇവർ ഈ ഒരു നോട്ടിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ ഇൻഫോർമേഷൻസും ഇൻസ്ട്രക്ഷൻസും യൂസ് ചെയ്തിട്ടുള്ള നോക്കിയിട്ട് നല്ല യൂണിവേഴ്സിറ്റീസിനെ ഓപ്റ്റ് ചെയ്ത് അതിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ ലിസ്റ്റ് നോക്കിയപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറെ യൂണിവേഴ്സിറ്റീസ് എല്ലാ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലിസ്റ്റിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ NAACന്റെ A++ ഉള്ള യൂണിവേഴ്സിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വരാം, ഇതിന്റെ മെയിൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ലിങ്ക്സും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.